ഇനി വെറും 5 രൂപയ്ക്ക് നമുക്ക് തന്നെ വീട്ടിൽ ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കിയെടുക്കാം, പച്ചക്കറിയെല്ലാം നട്ടു കൊടുക്കാനായിട്ട്. എങ്ങനെയാണെന്നല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ഗ്രോ ബാഗ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. വായോ. അപ്പോൾ ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനൊരു ചാക്കാണ്. ഇങ്ങനൊരു ചാക്കിന് വെറും 5 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചാക്കിൻ്റെ അടിഭാഗം നമ്മൾ ഇതുപോലെ ഒരു കയറോ നൂലോ എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ലപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ടൈറ്റായി കിട്ടിയതിന് ശേഷം ഈ ചാക്കിൻ്റെ ഉൾഭാഗം നമ്മൾ പുറത്തേക്ക് എടുക്കണം, ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ. ഇനിയുള്ള പരിപാടി ഈ ചാക്ക് നമ്മൾ ഉള്ളിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല കട്ടിയോടെ നിൽക്കുകയും ചെയ്യും. നമുക്കൊരു വലിയ സൈസിലുള്ള ഒരു ഗ്രോ ബാഗ് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി, ഗ്രോ ബാഗ് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി നട്ടു കൊടുക്കേണ്ട പരിപാടിയാണ് ഞങ്ങൾക്ക് ഇന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇനി ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കരിയില ബോട്ടം ലെയറിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഏറെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി നടുമ്പോൾ ഇങ്ങനെ കരിയിലിട്ട് കൊടുക്കുന്നത് വളരെ ബെസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചേറെ കരിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്താൽ അത് അങ്ങനെ താഴോട്ടിരുന്നോളും. പിന്നെ നടാനായിട്ട് നമ്മൾ പോട്ടി മിക്സ് എടുത്തിട്ടുള്ളത് ചകിരി കമ്പോസ്റ്റ്, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റ്, കുറച്ച് ലേശം മണ്ണും എടുത്തിട്ടുണ്ട്. ഇനി ഈ കരിയിലയുടെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക, ഒരു ലെയർ. നമ്മൾ ചട്ടിയിൽ നട്ട് വെച്ച് ഉണ്ടായ ഇഞ്ചിയാണ്, അത് അങ്ങ് ഉണ്ടായി വന്നിട്ടേ ഉള്ളൂ. അപ്പം അതാണ് ഞങ്ങൾ ഈ വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കുറച്ച് വിസ്താരത്തിൽ നട്ടു കൊടുക്കുമ്പോൾ നല്ലപോലെ ഉണ്ടായിക്കോളും. ഒരു ചെറിയ നാമ്പ് വെച്ചതാണ് കേട്ടോ, അതിന്നാണ് ഇത്രയും ഉണ്ടായത്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒരു ലെയർ കരിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും പോട്ടി മിക്സ് ഇട്ട് നമ്മൾ സെറ്റാക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കരിയില നിറയ്ക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് എടുക്കാൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, വളരെ ഈസി ആയിട്ട് നമുക്കിത് പൊക്കാൻ പറ്റും എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റി വെക്കണമെങ്കിൽ. മാത്രമല്ല നല്ലപോലെ ഇഞ്ചി വളരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ സ്വന്തമായിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കിക്കോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.